1930കളുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിനും അയർലൻഡിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഐൽ ഓഫ് മാൻ എന്ന ചെറിയ ദ്വീപിലെ ഡാൽബി എന്ന ഗ്രാമപ്രദേശത്ത് വളരെ സാധാരണമായിരുന്ന ഒരു ഫാം ഹൗസിൽ എർവിംഗ് കുടുംബം താമസിച്ചിരുന്നു. അവിടുത്തെ താമസക്കാർ ജെയിംസ് എർവിംഗ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാർഗരറ്റ് എർവിംഗ്, കൗമാരക്കാരിയായ മകൾ വോയറി എർവിംഗ് എന്നിവരായിരുന്നു. ജെയിംസ് എർവിംഗ് വിരമിച്ച ഒരു സിവിൽ സർവൻ്റ് ആയിരുന്നു. ഏകാന്തമായ ആ വീട്ടിൽ എല്ലാം ശാന്തമായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും വീശുന്ന കാറ്റിൻ്റെ ശബ്ദമൊഴിച്ചാൽ എല്ലാം നിശബ്ദം. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് വീടിൻ്റെ ഭിത്തികളിൽ നിന്നും ചില ശബ്ദങ്ങൾ, എലികളെപ്പോലെ, ഒരു നായയെപ്പോലെ, ചിലപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെയും കേൾക്കാമായിരുന്നു. എല്ലാവർക്കും സ്വാഗതം ജെഫ് സ്റ്റോറീസിലേക്ക്. ആദ്യം അത് വളരെ സാധാരണമായിരുന്നു. വീടിൻ്റെ ഭിത്തിക്കുള്ളിൽ നിന്ന് ചുരണ്ടുന്ന ശബ്ദം, എന്തോ ഓടുന്ന പോലെയുള്ള ശബ്ദം. അത് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് നീങ്ങുന്ന പോലെ. എലികളായിരിക്കും, ജെയിംസ് പറഞ്ഞു. ഫാം ഹൗസിൽ ഇതൊന്നും അപൂർവമല്ല. കാലക്രമേണ ആ ശബ്ദത്തിന് വ്യക്തത വന്നു തുടങ്ങി. ഒരു രാത്രി മാർഗരറ്റ് പതുക്കെ പറഞ്ഞു, നമ്മൾ സംസാരിക്കുമ്പോൾ ആ ശബ്ദം നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ മിണ്ടാതിരുന്നു. അപ്പോൾ ഭിത്തിക്കുള്ളിൽ നിന്ന് വീണ്ടും ആ ശബ്ദം. ഇപ്പോഴത് കുറെ കൂടി വ്യത്യസ്തമായിരുന്നു. ഒരു മനുഷ്യ ശബ്ദം, വളരെ വ്യക്തതയോടെ, തെളിർമയോടെ, ഒരു ചെറുചിരിയോടെ ആ ശബ്ദം ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. ഹായ്, ഐ ആം ജെഫ്. അത് ഇർവിംഗ് കുടുംബവുമായി സംസാരിച്ചു. അല്പം നർമ്മം ചാലിച്ച സംസാര ശൈലിയായിരുന്നു ജെഫിൻ്റേത്. ജെഫ് സ്വയം ഒരു മംഗൂസ് ആണെന്ന് പരിചയപ്പെടുത്തി. മംഗൂസ് എന്നാൽ കീരി. ഏഷ്യ, ആഫ്രിക്ക പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന, എന്നാൽ ഐൽ ഓഫ് മാനിൽ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജീവിവർഗമാണ് കീരികൾ. അതിലും വിചിത്രമായത് എന്തെന്നാൽ തുടർന്നുള്ള സംഭാഷണത്തിൽ ജെഫ് പറഞ്ഞു, താൻ 1852 ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് ജനിച്ചതെന്ന്. വോയറി എർവിംഗിൻ്റെ മൊഴിപ്രകാരം ജെഫ് ചെറിയ എലിയേക്കാൾ അല്പം വലിപ്പമുള്ള, മഞ്ഞ നിറത്തിൽ രോമങ്ങളുള്ള, വലിയ കുത്തനെ കിടക്കുന്ന വാലുള്ള ഒരു ജീവിയായിരുന്നു. ജെഫ് സ്വയം വിശേഷിപ്പിച്ചത് ഇങ്ങനെ: I am a freak. I have hands and feet. And if you saw me, you would faint. You would be petrified, mummified, turned into stone or a pillar of salt. ഇർവിൻ കുടുംബം സാക്ഷ്യപ്പെടുത്തിയത് എന്തെന്നാൽ ജെഫ് വീടിന് കാവൽ നിന്നിരുന്നു. അജ്ഞാതരായ ആളുകളോ നായ്കളോ അടുത്തെത്തുമ്പോൾ അവൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി. രാത്രി വീട്ടുകാർ ഉറങ്ങിയ ശേഷവും അടുപ്പ് കത്തിയിട്ടുണ്ടെങ്കിൽ അത് കെടുത്തുമായിരുന്നു. വീട്ടിൽ എലികൾ കയറിയാൽ അവയെ ഭയപ്പെടുത്തുകയും ഓടിക്കുകയും ചെയ്തു. എന്നാൽ കൊല്ലാൻ അവനിഷ്ടമല്ലായിരുന്നു. ഒരു ഭക്ഷണം സീലിംഗിൽ നിന്ന് തൂക്കിയിട്ട ഒരു തളികയിൽ വെച്ചിരിക്കും. ജെഫ് ആരും കാണില്ലെന്ന് ഉറപ്പാകുമ്പോൾ മാത്രം അതെടുത്ത് കഴിക്കും. ഇതായിരുന്നു അവകാശവാദം. എർവിംഗ് കുടുംബം മാർക്കറ്റിലേക്ക് പോകുമ്പോൾ പോലും ജെഫ് വേലിക്കപ്പുറത്തു നിന്ന് അവരോടൊപ്പം നടക്കുകയും നിരന്തരം സംസാരിക്കുകയും ചെയ്തുവെന്ന് അവർ പറഞ്ഞു. ഈ കഥകൾ ഡാൽബിയിൽ എങ്ങും പരന്നു. ഇത് പല ടാബ്ലോയിഡ് പത്രങ്ങളിലും വന്നിരുന്നു. തുടർന്ന് അനേകം പത്രപ്രവർത്തകരും കൗതുകമുള്ളവരും ഐൽ ഓഫ് മാൻ ദ്വീപിലേക്കെത്തി. പലരും ജെഫിൻ്റെ ശബ്ദം കേട്ടതായി പറഞ്ഞു. പക്ഷേ വളരെ കുറച്ചു പേർ മാത്രമാണ് ജെഫിനെ കണ്ടതായി അവകാശപ്പെട്ടത്. ഒരു സന്ദർശകനായ ആർത്തർ മോറിസൺ പറഞ്ഞു, താൻ കിടക്കയുടെ അടിയിൽ നിന്ന് ജെഫ് സംസാരിക്കുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള 2 കണ്ണുകൾ കണ്ടതായി. വിൽ കൂബൺ, ഹെൻറി ഹാൾ എന്ന 2 കൗമാരക്കാർ ജെഫിനെ കണ്ടതായി അവകാശപ്പെട്ടു. അവർ പറഞ്ഞത് മഞ്ഞ നിറത്തിലുള്ള ഒരു ചെറിയ ജീവി, അതിൻ്റെ വാലിൽ ഒരു കറുത്ത പാട്. അതായിരുന്നു അവരുടെ വിശദീകരണം. പല ആളുകൾ, പല അന്വേഷണങ്ങൾ എന്നിവ നടക്കവേ ഫോറൻസിക് വിദഗ്ധർ എത്തി. അവിടെ ജെഫിൻ്റെ എന്ന് അവകാശപ്പെടുന്ന രോമങ്ങളുടെയും മറ്റ് സാമ്പിളുകളും അവർ പരിശോധിച്ചു. അവസാനം പരിശോധനാ ഫലം വന്നപ്പോൾ അത് ഇർവിൻ കുടുംബത്തിൻ്റെ വളർത്തുനായയായ മോവാനയുടെ ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പലരും ജെഫിൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്തതായി അവകാശപ്പെട്ടു. ഓർക്കണം, 1930 എന്ന വർഷം ഫോട്ടോഗ്രാഫിയിൽ തന്നെ പല നാഴികക്കല്ലുകൾ താണ്ടിയ വർഷമാണ്. ലെയ്ക്ക തങ്ങളുടെ 35mm ക്യാമറ ഇറക്കിയ വർഷം. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ജെഫിൻ്റെ ഫോട്ടോകൾ എടുത്തത് പരിശോധിച്ചപ്പോൾ അതൊക്കെ കുടുംബ വളർത്തുനായയായ മോവാനയുടേത് ആണെന്ന് സ്ഥിരീകരിച്ചു. 1935 പത്രപ്രവർത്തകൻ റിച്ചാർഡ് എസ് ലാംബർട്ടും പ്രശസ്ത അന്വേഷകനായ ഹാരി പ്രൈസും എർവിംഗ് വീട്ടിലെത്തി. അവർ കഥ വിശ്വസിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞില്ല. എന്നാൽ സംഭവങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിരുന്ന ഹാരി പ്രൈസ് ശ്രദ്ധിച്ചത് വീടിനുള്ളിൽ
കല്ലുകൾക്കിടയിലുള്ള ഗണ്യമായ ഇന്റീരിയർ വായുസഞ്ചാരവും അതുപോലെ തന്നെ മരം കൊണ്ട് നിർമ്മിച്ച ഭിത്തികളും വീടിനെ മുഴുവൻ ഒരു വലിയ സ്പീക്കിംഗ് ട്യൂബാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വീട് തന്നെ ഒരു വലിയ സംസാരനാളം പോലെയായിരുന്നു. ജെഫ് എന്നത് മറ്റാരെങ്കിലും ഉണ്ടാക്കുന്ന ശബ്ദമാണോ എന്ന് പോലും അവർ ചിന്തിച്ചു. ഒരു പക്ഷേ ഇർവിൻ കുടുംബം തന്നെയാകുമോ ഇതിനു പിന്നിൽ? പക്ഷേ ഇർവിൻ ഫാമിലി ഒരിക്കലും പണത്തിനും പ്രശസ്തിക്കും വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ അല്ലായിരുന്നു. അവർ വളരെ സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച ആളുകളായിരുന്നു. അവരുടെ കുടുംബം സന്ദർശിച്ച പല പ്രമുഖരും ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തിയ ഒരു അഭിപ്രായം ആണിത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സൈക്കിക്കൽ റിസർച്ചിലെ റിസർച്ച് ഓഫീസറായ നാൻഡൻ ഫോഡോർ ജെഫിനെ കാണാനെത്തുകയും എന്നാൽ കാണാനാകാതെ, ജെഫിനെ കേൾക്കാനാകാതെ ഒരാഴ്ചയോളം ഇർവിംഗ് വീട്ടിൽ താമസിക്കുകയും ചെയ്തു. ബോധപൂർവമായ എന്തെങ്കിലും വഞ്ചന നടന്നിട്ടുണ്ടെന്ന് ഫോഡർ വിശ്വസിക്കുന്നില്ല. കൂടാതെ ജെയിംസ് ഇർവിങ്ങിന്റെ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആകാം ജെഫ് എന്ന ഒരു മനഃശാസ്ത്ര സിദ്ധാന്തം അദ്ദേഹം രൂപപ്പെടുത്തി. ഐൽ ഓഫ് മാൻ ദ്വീപിൽ പലരും വിശ്വസിച്ചത് ഇത് വോയറി ഇർവിംഗ് നടത്തിയ ഒരു തന്ത്രമാണെന്നാണ്. അവർ വെൻട്രലോക്കിസം പോലെയുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചിരിക്കാം എന്നാണ്. വെൻട്രലോക്കിസം സാധാരണയായി നിങ്ങൾ പപ്പറ്റ് ഷോകളിൽ കണ്ടിട്ടുണ്ടാകും. പെർഫോമർ സ്വന്തം ചുണ്ടുകൾ ചലിപ്പിക്കാതെ പപ്പറ്റ് സംസാരിക്കുന്നതും അത് നമ്മളെ വിശ്വസിപ്പിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ? ആധുനിക ഗവേഷകർ പറയുന്നത് അസാധാരണമായി ബുദ്ധിമതിയായ ഒരു പെൺകുട്ടി സൃഷ്ടിച്ച കൽപ്പിത സുഹൃത്ത് ആയിരിക്കാം ജെഫ് എന്ന്. 1945 ജെയിംസ് ഇർവിംഗ് മരിച്ചതിന് ശേഷം മാർഗരറ്റും വോയറിയും വീട് വിട്ടു. വീട് ഭൂതബാധിതം ആയതിനാൽ അവർക്ക് അത് നഷ്ടത്തിൽ വിൽക്കേണ്ടി വന്നു. 1946 പുതിയ ഉടമ ലെസി ഗ്രഹാം താൻ ജെഫിനെ വെടിവെച്ചു കൊന്നതായി പത്രങ്ങളിൽ അവകാശപ്പെട്ടു. എന്നാൽ കാണിച്ച ശരീരം വളരെ വലുതായിരുന്നു, കറുപ്പും വെള്ളയും നിറത്തിലുള്ളതായിരുന്നു. വോയറി അത് ജെഫ് അല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വോയറി ഇർവിംഗ് 2005 മരിച്ചു. ജീവിതാവസാനത്തിലെ ഒരു അഭിമുഖത്തിൽ പോലും ജെഫ് തൻ്റെ സൃഷ്ടിയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അത്തരം വാദത്തെ അവർ ജീവിതത്തിലുടനീളം എതിർത്തു. ഒരു പക്ഷേ ജെഫ് ഒരു തട്ടിപ്പായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരു പക്ഷേ ജെഫ് മാനസികാവസ്ഥയിൽ ഉടലെടുത്ത വെറും ഭാവനാ സൃഷ്ടി മാത്രമായിരിക്കാം. ഭാവനയിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും പിറന്ന ശബ്ദം. പക്ഷേ ഈ അനുമാനങ്ങൾക്കും അപ്പുറമാണ് സത്യമെങ്കിൽ ഐൽ ഓഫ് മാനിലെ ആ വീടിൻ്റെ ഭിത്തികളിൽ സംസാരിക്കുകയും പരിഹസിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്ത എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. ജെഫ് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അത് വ്യാജമാണെന്നും ആർക്കും തെളിയിക്കാനായിട്ടില്ല നാളിതുവരെ. ഈ പ്രതിഭാസത്തെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തുതന്നെയായാലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ജെഫ് സ്റ്റോറീസ്.